നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 814th day. Today 36th sloka of Prathama Skandha, 8th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകം, 814 ദിവസം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദതമാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകം. ഓം ഭവേസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാകാമകർമ്മഭി ശ്രവണസ്മരണാർഹാണി കരിഷ്യന്യതി കേചന. ഓം തത്സത്. ഭവേസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാകാമകർമ്മഭി ശ്രവണസ്മരണാർഹാണി കരിഷ്യന്യതി കേചന. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഭവേ അസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യ കാമ കർമ്മഭി ശ്രവണസ്മരണാർഹാണി കരിഷ്യൻ ഇതി കേചന. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അസ്മിൻ ഭവേ, ഭവേ അസ്മിൻ, ഭവേസ്മിൻ എന്നുള്ളത് അസ്മിൻ ഭവേ, ഈ സംസാരത്തിൽ, അതായത് ഈ ലോകത്തിൽ, അവിദ്യ കാമ കർമ്മഭി, അജ്ഞാനം, ആഗ്രഹം, കർമ്മം ഇവ കൊണ്ട് ക്ലിശ്യമാനാനാം ക്ലേശിക്കുന്നവർക്ക്, സ്മരണാർഹാണി കേൾപ്പാനും സ്മരിക്കുവാനും യോഗ്യങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ കരിഷ്യൻ ചെയ്യുവാനായിക്കൊണ്ട് എന്ന് കേചന മറ്റു ചിലർ. അതായത് 3 പക്ഷക്കാരുടെ അഭിപ്രായം പറഞ്ഞിട്ട് 4ാമത്തെ പക്ഷത്തെ അഭിപ്രായം പറയുകയാണ്. അതായത് അവിദ്യ കൊണ്ട് ദേഹാഭിമാനമുണ്ടാകുന്നു, അതുകൊണ്ട് കാമമുണ്ടാകുന്നു, ആ കാമത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി കർമ്മം എന്നിങ്ങനെ എപ്പോഴും അവിദ്യ, കാമം, കർമ്മം ഇവയൊക്കെ കൊണ്ട് ഈ സംസാരചക്രത്തിൽ ദുരിതമനുഭവിക്കുന്ന, ക്ലേശിക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് സ്മരിക്കുവാനും കേൾക്കുവാനും സ്മരിക്കുവാനും ഒക്കെ തക്ക വിധത്തിൽ ഒക്കെ ഓർമ്മ വയ്ക്കാനും അർഹങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ അവതാരമെടുത്ത് ലീലകളാടുന്നു എന്ന് മറ്റു ചിലർ പറയുന്നു. അതായത് എപ്പോഴും അവിദ്യ കൊണ്ട് മനസ്സാണ് എല്ലാത്തിനും കാരണം. അവിദ്യയായിട്ടുള്ള അതുകൊണ്ട് ദേഹാഭിമാനവും കാമവും ക്രോധവും ദമ്പവും അഹങ്കാരവും ഒക്കെ നിമിത്തം പലതരം കർമ്മങ്ങൾ ഉണ്ടാവുകയും ആ കർമ്മങ്ങൾക്ക് അനുസരിച്ച് വീണ്ടും വീണ്ടും കർമ്മങ്ങളും ജനന മരണങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന അതിൽ മനുഷ്യർക്ക്, നല്ല മനുഷ്യർക്ക്, യോഗ്യതയുള്ളവർക്ക് അതിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ ഭഗവാന്റെ പ്രവൃത്തികൾ ഓർമ്മിക്കുവാനുള്ള പ്രവൃത്തികളും കർമ്മങ്ങളും ഭഗവാന്റെ ലീലകളും ഒക്കെ കീർത്തിക്കുവാനും ഓർമ്മിക്കുവാനും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുവാനും തക്കതായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം. ഇല്ലെങ്കിൽ ശൂന്യത്തിൽ പിടിച്ചു തൂങ്ങുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ദൈവത്തോടടുക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സുകൾക്ക് ഓർമ്മിക്കുവാൻ വേണ്ടി ഭഗവാൻ പല ലീലകളും ആടി. അതായത് ഒരു കുട്ടിയുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് മാതിരി ഭഗവാന്റെ ഉള്ളിലേക്ക് നമ്മളെ വലിച്ചെടുക്കുവാൻ വേണ്ടി ഭഗവാന്റെ ലീലകളും മറ്റും ഉണ്ടാക്കുവാൻ വേണ്ടി ഭഗവാൻ
ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ച്, ആ പരമാത്മാവ് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ച് ഇപ്രകാരം ലീലകളാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിലർ പറയുന്നു, മറ്റു ചിലർ പറയുന്നു എന്ന് ദേവകീദേവി പറയുകയാണ്. കുന്തിദേവി പറയുകയാണ്. കുന്തിദേവി പറയുകയാണ്, കാമക്രോധം അവിദ്യാനിമിത്തമുണ്ടാകുന്ന കാമം കർമ്മങ്ങളിൽ നിന്നും മോചനം നേടാൻ വേണ്ടി ഭഗവാന്റെ നാമസങ്കീർത്തന ശ്രവണം, അതായത് ശ്രവണസ്മരണാർഹാണി, ശ്രവിക്കുവാനും സ്മരിക്കുവാനും അർഹങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവരുടെ മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ഭഗവാൻ ഇപ്രകാരം അവതരിച്ചതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിനുള്ള കാരണങ്ങളാണ് ഓരോരുത്തരും ഇപ്രകാരം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുന്തിദേവി സ്മരിക്കുന്നത്. കുന്തിദേവിയുടെ സ്തുതിയാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാനോട് തന്നെ കുന്തിദേവി നേരിട്ട് പറയുന്ന ഭാഗമാണിത്. ഭഗവാൻ മറ്റുള്ളവർക്ക് ഓർമ്മിക്കുവാനും കീർത്തിക്കുവാനും ഒക്കെ നമുക്ക് തന്നെ ഈ യഥാർത്ഥ ജീവിതത്തിൽ ഇന്നത്തെ ഈ കലികാലത്ത് ദൈവമില്ല, അങ്ങനെയൊക്കെ എല്ലാവരും ഇതൊക്കെ മിത്താണ് എന്ന് പറയുന്ന കാലത്തും നമുക്ക് കാണാം എല്ലാ കീർത്തനങ്ങളിലും സംഗീതം എന്നുണ്ടെങ്കിൽ അതിലൊക്കെ മുക്കാൽ ഭാഗവും ഭഗവാനെ കീർത്തിക്കുന്നതാണ്. ഭഗവാന്റെ നാമസ്മരണ കീർത്തനങ്ങളില്ലാതെ സംഗീതമേ ഇല്ല എന്ന് പറയാം. അങ്ങനെ ഭഗവാനെ പറ്റി കീർത്തിക്കാതെ സംഗീതം വേണമെന്ന് പറഞ്ഞാൽ സംഗീതം എന്ന ഒന്നേ ഇല്ലാതിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രകാരം സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും ഓർമ്മിക്കുവാനും കീർത്തിക്കുവാനും തക്ക സംഗതികൾ ഉണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചതാണ് എന്ന് മറ്റു ചിലർ പറയുന്നു എന്ന് ദേവി പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഭവേസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാകാമകർമ്മഭി ശ്രവണസ്മരണാർഹാണി കരിഷ്യന്യതി കേചന. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകങ്ങൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.